എറണാകുളം ജില്ലയിലാണോ നിങ്ങൾ വീട് നോക്കുന്നത് എങ്കിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇപ്പോൾ 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 13 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. വലിയ വലിയ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വീടിന് മുന്നിലായി നമുക്ക് കാണാം ഏകദേശം ഒരു 4.5 മീറ്ററോളം വീതി വരുന്ന റോഡ് കാണാം. അത് ഇൻ്റർലോക്ക് കട്ട വിരിക്കാനുണ്ട്. അത്യാവശ്യം വലിയ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ്. വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം ചുറ്റുമതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെയായി ചെറിയ ചെറിയ വർക്കുകൾ വരാനുണ്ട്. അതിൻ്റെ ഒരു വർക്ക് മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ. ഏകദേശം 16 അടിയോളം നീളം വരുന്ന ഫ്രണ്ടിലെ ഗേറ്റ് കാണാം. നല്ല GA പൈപ്പും CNC ഡിസൈൻ എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഇവിടെ ലഭ്യമാണ്. കടപ്പ കല്ലുകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീടിൻ്റെ നിർമ്മാണം. വടക്ക് ഭാഗത്തേക്ക് ദർശനത്തോടു കൂടി വരുന്ന വീടാണ്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള മുറ്റമെല്ലാം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റും ടൈലുമാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലയും തേക്കും പ്ലാവുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഡിസൈൻ വർക്കെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡോർ തുറന്ന വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഹാൾ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 വിൻഡോകൾ ലിവിംഗ് ഹാളിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഇതിലെയാണ് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്ന കവാടം. ഏകദേശം 8 സീറ്റോ 10 സീറ്റോ ഇട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ കിച്ചണിലേക്കാണ് പോവേണ്ടത്. കിച്ചൺ വരുന്നത് ഈ ഇപ്പുറത്തെ സൈഡിലാണ്. ഈ ഒരു സൈഡിലാണ് കിച്ചൺ വരിക. ഇവിടെയാണ് കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു കിച്ചൺ കൂടാതെ പുറത്തായി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു മുറ്റവും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയാണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ഭിത്തിയിലും അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ക്വാളിറ്റിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായി ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി GA പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിംഗ് വരുന്ന ടൈലുകളും നമുക്ക് കാണാൻ കഴിയും. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ മുകളിലെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ്. ഇവിടെയും നല്ല രീതിയിലുള്ള വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിൽ വിൻഡോ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ഹാള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക.
സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തൊരു ഹോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഏകദേശം ഒരു 145 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെയും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇതും ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിന് അഡീഷണലായിട്ട് ഡോർ കം വിൻഡോ രീതിയിൽ വരുന്ന ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് അവിടെ ഇറങ്ങാനുള്ള സ്പേസ് വരുന്നത്. നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇനി ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ വിശേഷം വരുന്നത് 4 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.